പാകിസ്ഥാൻ ഒരു വൃത്തികെട്ട രാജ്യമാണെന്നും ഭീകരതയെ പാലൂട്ടി വളർത്തുന്ന രാജ്യമാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ ഭീകരതയെ അകറ്റി നിർത്തുകയാണ്, ഭീകരരുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന്. അവിടുത്തെ ഏറ്റവും വലിയ ഭീകരനായ മസൂദ് അസറിൻ്റെ കുടുംബത്തെ മുഴുവൻ ഇന്ത്യ മിസൈലുകൾ ഉപയോഗിച്ച് തീർത്തപ്പോൾ പാകിസ്ഥാൻ 1 കോടി രൂപയാണ് മസൂദ് അസറിന് നൽകിയത്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ നിലപാട് എന്താണെന്ന് ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾക്കും അറിയാം. പാകിസ്ഥാൻ അന്നമൂട്ടുന്നത് ഭീകരവാദത്തെ വളർത്താനാണ്, ഭീകരവാദികൾക്കാണ് എന്നുള്ളത് നന്നായിട്ടറിയാം എന്നുള്ളതാണ്. അവിടുത്തെ പട്ടാള മേധാവികളും അവിടുത്തെ സൈനികരും അവിടുത്തെ പാക് ഭരണകൂടവും ഒക്കെ പാലൂട്ടി വളർത്തുന്ന അവരുടെ കുഞ്ഞുങ്ങളാണ് ഭീകരവാദികൾ എന്ന് പറയുന്നത്. ഭീകരതയില്ലാതെ പാകിസ്ഥാന് 1 ഇഞ്ച് പോലും ജീവിക്കാനാകില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്ത്യയിലെ പാക് സ്നേഹികൾക്ക് അത് നന്നായിട്ടറിയാം എന്നുള്ളതാണ്. കാരണം തീവ്രവാദത്തെ തഴച്ചു വളർത്തുന്ന പാകിസ്ഥാനെതിരെ ഇന്ത്യ ഏതെങ്കിലും തരത്തിലുള്ള കർശന നിലപാട് സ്വീകരിച്ചാൽ ഇവിടെ പലരും ഇരുന്ന് നിലവിളിക്കുന്നതും മോങ്ങുന്നതും ഒക്കെ നമുക്ക് കേൾക്കാം. അവർക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് എന്ത് ചെയ്യും? ഇവിടെ നിരവധി പേരെ, ഒരു തെറ്റും ചെയ്യാത്ത ജനങ്ങളെ അതിക്രൂരമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയതിനൊന്നും ഇവർക്ക് മോങ്ങലില്ല, കണ്ണുനീരില്ല, നിലവിളിയില്ല. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ നെഞ്ചത്തടിയും കരച്ചിലുമാണ് ഇവിടുത്തെ ചാനൽ ചർച്ചകളിലിരുന്ന് ഓരോ അവതാരകർ കാണിച്ചു കൂട്ടുന്നത്. പിന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കറിയണം പാകിസ്ഥാനെതിരെ നമ്മൾ നമ്മുടെ വിമാനങ്ങൾ എത്രയാണ് നമ്മൾ പാഴാക്കി, എന്നിട്ട് വേണം അത് പാകിസ്ഥാൻ്റെ പലർക്കും ബോധ്യപ്പെടുത്താനും പലർക്കും കണക്ക് കൊടുക്കാനും എന്നൊക്കെയാണ് പല ആരോപണങ്ങളും വരുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവർ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ അവരെ പുറത്താക്കണം, കരിമ്പട്ടികയിൽപ്പെടുത്തണം എന്ന ഇന്ത്യ പറയുന്നതിന് കൃത്യമായ തെളിവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് പാക് മന്ത്രിമാരുടെ ഭീകര ബന്ധത്തെ ശക്തിപ്പെടുത്തുന്ന ലഷ്കർ-ഇ തൊയ്ബ കമാൻഡർമാരുമായി വേദി പങ്കിടുന്ന ചിത്രം പുറത്തു വന്നിരിക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിൽ കേസിലെ പ്രതി സൈഫുള്ള കസൂരിയെ മഹത്വവൽക്കരിക്കുന്നത് മുതൽ ഹാഫിസ് സയ്യിദിന്റെ മകൻ തഹൽഗ സർക്കാർ മന്ത്രിമാരോടൊപ്പം വേദി പങ്കിടുന്നത് വരെയായി കസൂർ റാലി പാകിസ്ഥാന്റെ ആഴത്തിലുള്ള ഭരണകൂട ഭീകരതാ ബന്ധത്തെ തുറന്നുകാട്ടുന്നത്. മെയ് 28-ന് പഞ്ചാബ് പ്രവിശ്യയിലെ കസൂർ ജില്ലയിൽ നടന്ന ഒരു പരിപാടിയിൽ പാകിസ്ഥാനിലെ ഫെഡറൽ പഞ്ചാബ് സർക്കാരുകളിലെ മുതിർന്ന മന്ത്രിമാർ ഏറ്റവും ശക്തരായ തീവ്രവാദികളുമായി വേദി പങ്കിട്ടത് ഭീകരതയോടുള്ള ഭരണകൂടത്തിന്റെ കൂട്ടുകെട്ടിന്റെ ഭയാനകമായ പ്രകടനമായിരുന്നു. പാകിസ്ഥാനിൽ ഇത് തക്ബീർ എന്ന പേരിൽ ആഘോഷിക്കപ്പെട്ടു. ഈ വേദിയിൽ നടന്ന കാര്യങ്ങൾ ആഗോളതലത്തിൽ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെയും മറിയം നവാസിന്റെയും അടുത്ത വിശ്വസ്തരായ പാകിസ്ഥാൻ ഭക്ഷ്യമന്ത്രി മാലിക് റഷീദ് അഹമ്മദ് ഖാനും പഞ്ചാബ് അസംബ്ലി സ്പീക്കർ മാലിക് മുഹമ്മദ് അഹമ്മദ് ഖാനും സെയ്ഫുള്ള കസേരി, തൽഹ സായിദ് അതായത് ഹാഫിസ് സയ്യിദിന്റെ മകൻ അമീർ ഹംസ തുടങ്ങിയ ലഷ്കർ ബന്ധമുള്ള തീവ്രവാദികൾക്കൊപ്പം ഇരുന്ന് ഇന്ത്യക്കെതിരെ വിഷം വമിപ്പിക്കുകയും ഭീകരതയെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന സമ്മേളനങ്ങളാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ് ഒരു വലിയ യാഥാർത്ഥ്യം. അതായത് ഇവർ ഭീകരതയെ വളർത്തുന്നു, ഭീകരരോടൊപ്പം ഇരിക്കുന്നു എന്നുള്ളതിന് ഇതിലും വലിയ തെളിവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭീകരതയെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാനിലെ മന്ത്രിമാരാണ് ഏറ്റവും വലിയ ഭീകരവാദികൾക്കൊപ്പം, അതായത് മസൂദ് അസർ അടക്കമുള്ള ഹാഫിസ് സയ്യിദിന്റെ മകൻ അടക്കമുള്ള ഇന്ത്യയെ തകർക്കാനായി നടക്കുന്ന ഭീകരവാദികൾക്കൊപ്പം നിലയുറപ്പിച്ചത് എന്നുള്ളതാണ്. വേദി പങ്കിട്ടതും അത് ആഘോഷമാക്കിയതും ആ വേദിയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്ക് വിരുദ്ധമായ, ഇന്ത്യക്കെതിരെയുള്ള വിദ്വേഷപരമായ പരാമർശങ്ങൾ നടത്തിയതും ഇന്ത്യ തകർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്കറിയാം പാകിസ്ഥാൻ അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു രാജ്യമല്ല. അവിടെ കൊടും പട്ടിണിയാണ്, രാജ്യത്ത് സാമ്പത്തികമായി വളരെ തകർച്ചയിലാണ്, വ്യവസായങ്ങൾ നടക്കുന്നില്ല. ഇപ്പുറത്ത് ബലൂചിസ്ഥാൻ വലിയ രീതിയിൽ പാകിസ്ഥാനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവരുടെ തലസ്ഥാന നഗരം പാകിസ്ഥാൻ്റെ കയ്യിലായിരുന്നു കൊറ്റുവ, അത് അവർ തിരിച്ചു പിടിക്കുന്നു. പാകിസ്ഥാനിലെ സൈനികരെ അവർ തീർക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ബലൂചിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കാരണം ബലൂചിസ്ഥാന് തീവ്രവാദത്തെ വളർത്തണ്ട, അവർക്ക് തീവ്രവാദം വേണ്ട, തീവ്രവാദികളോടൊപ്പമുള്ള ഒരു രാജ്യവും അവർക്ക് വേണ്ട. അവർക്ക് സ്വതന്ത്രരാകണം. അതുകൊണ്ട് അവർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു. അവർക്ക് ആയുധങ്ങൾ കിട്ടുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു. അവർ
പാകിസ്ഥാനെ അടിച്ചോടിക്കുന്നത്, തങ്ങളുടെ പ്രദേശത്ത് നിന്ന് പാകിസ്ഥാനെ അടിച്ചോടിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. കാരണം ബലൂചിസ്ഥാനിൽ നിരവധി ധാതുക്കളുണ്ട്, മിനറൽസും ധാതുക്കളും ഏറ്റവും കൂടുതൽ ബലൂചിസ്ഥാനിലാണുള്ളത്. ഇത് ബലൂചിസ്ഥാന്റെ വികസനത്തിനല്ല പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. ബലൂചിസ്ഥാനിൽ നിന്ന് ഈ ധാതുക്കളും മിനറൽസും എടുത്ത് പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിലെ ഈ സൈനിക ഉദ്യോഗസ്ഥരുടെയും മേധാവികളുടെയും ഒക്കെ വീടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വികസനം കൊണ്ടുവരിക, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും തങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതിലധികം ധാതുക്കൾ തങ്ങളുടെ മണ്ണിൽ തന്നെയുണ്ട്. മാത്രമല്ല അവർക്ക് ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കാൻ വലിയ രീതിയിൽ ആഗ്രഹവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ അതിന് ഇതുവരെ ഒരു മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാന്റെ ആരോപണമൊക്കെ ഉണ്ട്, ഇന്ത്യ ആയുധങ്ങൾ ബലൂചിസ്ഥാന് നൽകുന്നു, ഇന്ത്യ ആയുധങ്ങൾ നൽകുന്നത് കൊണ്ടാണ് ബലൂചിസ്ഥാൻ ഇത്തരത്തിൽ ശക്തരാകുന്നത് എന്നൊക്കെയുള്ളത്. ഇന്ത്യ പറഞ്ഞു, പോയി പണി നോക്കടാ, ഞങ്ങൾക്ക് ആയുധം കൊടുക്കുമ്പോഴോ സഹായിക്കണമെന്ന് തോന്നുമ്പോഴോ ഞങ്ങളത് ചെയ്തോളാം, തൽക്കാലം നിൻ്റെയൊന്നും ആവശ്യം ഇവിടെ ഇല്ല, നീ ഒന്നും പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യവുമില്ല എന്ന്. ഇന്ത്യ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ സർവകക്ഷി യോഗങ്ങളിൽ പങ്കെടുക്കുക, സർവകക്ഷി യോഗങ്ങൾ രാജ്യത്തുടനീളം നടക്കുകയാണ്. ശശി തരൂർ, ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള പല നേതാക്കളും ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. അതിനിടയ്ക്കാണ് ഈ തീവ്രവാദത്തെ ഊട്ടി വളർത്തുന്ന പാകിസ്ഥാൻ, ഞങ്ങൾക്ക് തീവ്രവാദികളുമായി ബന്ധമില്ല, കശ്മീരിലെ ആക്രമിക്കാൻ ഞങ്ങൾ ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല, ഞങ്ങളതിൽ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്ന പാകിസ്ഥാനിലെ മന്ത്രിമാർ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഭീകരരുടെ കൂടെ ഇരുന്ന് വേദി പങ്കിടുകയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു രീതി എനിക്ക് തോന്നുന്നു ലോക രാജ്യങ്ങളിൽ മറ്റൊരു രാജ്യത്തും ഉണ്ടാകില്ല ഇങ്ങനെ ഒരു കാര്യം. ഭീകരവാദികളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു രാജ്യം പാകിസ്ഥാൻ മാത്രമാണ് എന്ന ഇതിൽ നിന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. ഇന്ത്യക്ക് ഇനി കൃത്യമായി UN-ൽ പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ പെടുത്തണമെന്ന് കൃത്യമായ നിലപാടെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യ അത് കുറേ നാളുകളായി UN-ൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പാകിസ്ഥാൻ തീവ്രവാദത്തെ വളർത്തുകയാണ്, ആ തീവ്രവാദം ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്, അതുകൊണ്ട് പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണം. കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യങ്ങൾക്ക് പിന്നീട് സാമ്പത്തിക സഹായങ്ങൾ മറ്റു രാജ്യങ്ങൾ നൽകില്ല. മാത്രമല്ല IMF-ൽ നിന്ന് ഫണ്ട് കടം കൊടുക്കുന്നത് വരെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ രാജ്യങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറുവശം. അതോടുകൂടി പാകിസ്ഥാനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയാൽ പാകിസ്ഥാൻ ഇപ്പം തകർന്നതിൻ്റെ 100 ഇരട്ടി തകർച്ചയിലേക്ക് പോകും എന്നുള്ളതാണ്. ആ പാകിസ്ഥാനാണ് ഇപ്പോൾ ഭീകരവാദികൾക്കൊപ്പം ഇരിക്കുന്ന ചിത്രങ്ങൾ ഫ്ലക്സുകളായി വയ്ക്കുന്നു, നിരത്തുകളിൽ അത് ഫ്ലക്സുകളായി മന്ത്രിമാരും ഭീകരവാദികളും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ റോഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരേ വേദി പങ്കിടുന്നു, ഇന്ത്യക്കെതിരെ വിദ്വേഷപരമായ പ്രസംഗങ്ങൾ അവിടെ നടത്തുന്നു, ഇന്ത്യ തകർക്കാനുള്ള ഗൂഢനീക്കങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഭീകരവാദികളോടൊപ്പം ഇരുന്നു കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം, പാകിസ്ഥാൻ്റെ പോക്ക് എങ്ങോട്ടാണ്. ഇന്നലെ ഷഹബാസ് ഷെരീഫ് കുംഭസാരം നടത്തി ഇന്ത്യയുടെ ബ്രഹ്മോസ് ഞങ്ങളെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഞങ്ങളിങ്ങനെ പതറി നിൽക്കുന്നൊരവസ്ഥയുണ്ടായി എന്നുള്ള കുംഭസാരം ഷഹബാസ് ഷെരീഫിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. ഈ തീവ്രവാദികളെയൊക്കെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചാൽ നമ്മുടെ ബ്രഹ്മോസ് പാകിസ്ഥാൻ ഇല്ലാതാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.